ഒരാൾ അള്ളാഹുവിലേക്ക് കരങ്ങൾ നീട്ടിയിട്ട് ആ നീട്ടുന്ന കരങ്ങൾ വലിക്കുമ്പോൾ അള്ളാഹു അതിന് ഉത്തരം കൊടുക്കാതെ അയാൾ വലിക്കുന്നത് അള്ളാഹ്ക്ക് ലജ്ജയാണത്രേ. അത്രയും വലിയ മാന്യനാണ് പടച്ച തമ്പുരാൻ. ചിലപ്പോ നമ്മുടെ ചോദ്യങ്ങൾ അപ്പോഴും കിട്ടണമെന്നില്ല, ആ നിമിഷം തന്നെ നമുക്കതിന് ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. ക്ഷണമുത്തരം കിട്ടാത്തതിൽ മുഷിയണ്ടാ, പടിവാതിലിൽ നിന്നിട്ട് നീ ഒഴിയണ്ടാ. ക്ഷണമുത്തരം കിട്ടാത്തതിൽ മുഷിയണ്ടാ, പടിവാതിലിൽ നിന്നിട്ട് നീ ഒഴിയണ്ടാ. പിന്തിക്കുവാൻ ചില കാരണം കണ്ടേക്കാ, അതുമാത്രമല്ല ഖൈറബിൽ വന്നേക്കാ. പൊന്നുമോനെ, പടച്ചവനോട് ചോദിച്ചല്ലോ, നീറുന്ന 100 പ്രശ്നങ്ങൾ നിന്റെ റബ്ബിനോട് കരങ്ങൾ നീട്ടി നീ ചോദിച്ചല്ലോ. ആ ചോദ്യം അത്രയും അള്ളാഹു നിനക്ക് ഉത്തരം തന്നില്ല എന്നിരിക്കട്ടെ, അത് അള്ളാഹു കേൾക്കാത്തത് കൊണ്ടല്ല, ഒരിക്കലും പടച്ചവനെ കേൾക്കാതിരിക്കുന്നില്ല. കാരണം അവന് ഹയ്യുൻ കരീമാണ്, മാന്യനായ റബ്ബാണ്, അവൻ അടുത്തവനാണ്, നമ്മളിലേക്ക് അടുത്തവനാണ്, കരണഞരമ്പിനേക്കാൾ അടുത്തവനാണ്. ചോദിച്ചാൽ ആ നിമിഷം തന്നെ ഉത്തരം തരാമെന്നും അവൻ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ നിനക്ക് എന്തുകൊണ്ടാണ് ഉത്തരം അപ്പോൾ തരാത്തതെന്നറിയോ? പ്രിയപ്പെട്ടവരെ, എന്തോ ഖൈറിനാണ് അല്ലാഹു അത് മാറ്റിവെച്ചിട്ടുള്ളത്. ചോദിച്ച എത്രയോ കാര്യങ്ങൾ അല്ലാഹു തരാതെ ഇരുന്നിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ഞാൻ എന്റെ റബ്ബിനോട് എപ്പോഴും രഹസ്യത്തിലും പരസ്യത്തിലും രാവിലും പകലിലും എപ്പോഴും ഞാൻ ചോദിക്കുന്നു, പക്ഷേ എനിക്ക് റബ്ബ് തന്നില്ലല്ലോ. ആ ഒരു പരാതിയും പരിഭവവും എനിക്കും നിങ്ങൾക്കും ഉണ്ടായാൽ അല്ലാഹു അത് മാറ്റി തരട്ടെ. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണ്ട. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹു കരണഞരമ്പിനേക്കാൾ നമ്മളിലേക്ക് അടുത്തവനാണ്. അല്ലാഹു നമ്മുടെ സമീപസ്ഥനാണ്. ഉച്ചത്തിലൊന്നും നമ്മൾ വിളിക്കണ്ട, പതുക്കെ നമ്മൾ വിളിച്ചാ മതി. കണ്ണുപൊട്ടനായ ചകിട് പൊട്ടനായ റബ്ബിനെയല്ല നമ്മൾ വിളിക്കുന്നത്. അല്ലാഹു ബസീറാണ്, അല്ലാഹു സമീആണ്, അല്ലാഹു ഖരീബാണ്, അല്ലാഹു ദുആക്ക് ഉത്തരം നൽകുന്നവനാണ്. പക്ഷെ ഏതോ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് ഉത്തരം അല്ലാഹു പിന്തിക്കുന്നത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇംഗ്ലണ്ടിലെ ഒരു പാവപ്പെട്ട ഒരു ക്ലർക്ക്, നമുക്കറിയാലോ ക്ലർക്ക് കിട്ടുന്ന ശമ്പളം എത്ര? ഒരു ക്ലർക്കിന് കിട്ടുന്ന ശമ്പളം എത്രയാണ്? ഇംഗ്ലണ്ടിലെ ക്ലർക്ക് ഭാര്യ മരിച്ചുപോയി, വിഭാര്യനാണ്, അയാൾക്ക് 9 മക്കളാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്ക സ്വപ്നം കാണുകയാണ്. അമേരിക്കയിൽ ഒന്ന് പോകണം, അമേരിക്കയിൽ കുടിയേറി പാർക്കണം, അമേരിക്കയിൽ ജീവിക്കണം, അമേരിക്കൻ സിറ്റിസനായി മാറണം എന്ന വലിയ ആഗ്രഹത്തോടെ ഈ 9 1 10 പേർക്കുള്ള ടിക്കറ്റിന് കപ്പലിലാണ് യാത്ര ചെയ്യേണ്ടത്. ആ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്രയും ഭീമമായ ഒരു തുക ഞങ്ങൾ എങ്ങനെ കണ്ടെത്തും? ഒരു ക്ലർക്ക്, സാധാരണക്കാരനായ ഇംഗ്ലണ്ടിലെ ഒരു ക്ലർക്കിന് കിട്ടുന്ന ശമ്പളം, ആ സാലറി തികയാതെ വന്നപ്പോൾ 9 മക്കളെയും തനിക്കും വേണ്ടിയിട്ട് വിഭാര്യനായ ഭാര്യ മരിച്ചുപോയ ആ പ്രിയപ്പെട്ട ക്ലർക്കായ ഇംഗ്ലണ്ടുകാരനായ സഹോദരൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത്, എല്ലുമുറിയ പണിയെടുത്ത് പണം സമ്പാദിച്ചു. അങ്ങനെ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി വലിയ സ്വപ്നങ്ങൾ നെയ്തെടുത്തു. കപ്പൽ ഇംഗ്ലണ്ടിന്റെ ചാനലിൽ എത്തപ്പെട്ട് കഴിഞ്ഞു. സമുദ്രത്തിന്റെ, സാഗരത്തിന്റെ ചാനലിൽ എത്തപ്പെട്ട കപ്പലിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുമ്പോ തന്റെ 9ാമത്തെ മകനെ തെരുവ് നായ കടിക്കുകയാണ്. ആ തെരുവ് നായ കടിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട പിതാവ്, ക്ലർക്കായ പാവപ്പെട്ട വയോധികനായ വൃദ്ധനായ പിതാവിന് അരിശം വന്നു, സങ്കടം വന്നു, സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഉത്തരവ് വന്നിരിക്കുകയാണ്, 2 ആഴ്ചത്തേക്ക് പ്ലേഗ് രോഗം പിടിപെടാൻ സാധ്യതയുണ്ട്. തെരുവ് നായ്ക്കൾ കടിച്ചാൽ അന്ന് പ്ലേഗ് രോഗം പരക്കപ്പെടുന്ന ചെറിയ ചെറിയ ജീവികളിൽ നിന്നും വലിയ വലിയ മൃഗങ്ങളിൽ നിന്നും പരന്നു വരുന്ന അസുഖങ്ങൾ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 ആഴ്ച കാലത്തേക്ക് പുറത്തിറങ്ങാൻ പാടില്ല. എങ്ങനെയാണ് തെരുവ് നായ കടിച്ച തന്റെ ഇളയ മകനെ ഇവിടെ ആക്കിയിട്ട് അമേരിക്കയിലേക്ക് പറക്കുക, അമേരിക്കയിലേക്ക് കപ്പൽ കയറുക? സങ്കടപ്പെട്ടുകൊണ്ട് യാത്ര അവസാനിപ്പിക്കുന്നു. കപ്പൽ കൃത്യസമയത്ത് ചാനൽ വിടുന്നു. ആ സമയത്ത് മനസ്സിന്റെ ഉള്ളറകളിൽ സഹിക്കാൻ പറ്റാത്ത വേദനകൾ അദ്ദേഹം കടിച്ചിറക്കുന്നു. അവസാനം അദ്ദേഹം ഓരോ രാത്രികൾ
രാത്രികളും പകലുകളും കിനാവ് കാണുകയാണ്. ഈ കപ്പൽ അമേരിക്കയിൽ എപ്പോഴായി എത്തിച്ചേരുക? അമേരിക്കയിൽ എത്തിച്ചേരുന്നതിനെ സംബന്ധിച്ച് 1000 സ്വപ്നങ്ങൾ കണ്ടിരിക്കുന്ന ആ പാവപ്പെട്ട ക്ലർക്കായ ഇംഗ്ലണ്ടുകാരൻ പെട്ടെന്നറിയുന്നത് ഈ കപ്പല്, ഈ അമേരിക്കയിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ച കപ്പല്, ആ കപ്പലിതാ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിയിരിക്കുകയാണ്. 1800 പേര് അവർ മുങ്ങി മരിച്ചിരിക്കുകയാണ്. ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ആ കപ്പലിന്റെ പേര് വായിച്ചു, ടൈറ്റാനിക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ലർക്കായ പാവപ്പെട്ട ശമ്പളം കുറഞ്ഞു വാങ്ങുന്ന 9 മക്കളെയും ജീവന്റെ ജീവനായി കാത്തു വളർത്തിയ പാവപ്പെട്ട ഇംഗ്ലണ്ടുകാരനെ അമേരിക്കൻ സ്വപ്നം കണ്ട് പോകാൻ വേണ്ടി കാത്തിരുന്ന പ്രിയപ്പെട്ട ആ സഹോദരൻ, അദ്ദേഹത്തിന്റെ ഇളയ മകനെ തെരുവുനായ കടിച്ചപ്പോൾ ഉണ്ടായ അമർഷം മുഴുവനും എന്നോട് റബ്ബ് കാണിച്ച ഒരു സ്നേഹമാണല്ലോ, ദൈവം തമ്പുരാന്റെ ഒരു ഇടപെടലാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ മനുഷ്യൻ കൃതാർത്ഥനാവുകയാണ്. ഇതാണ് അള്ളാഹു നമുക്ക് തരുന്നത്. ചോദിക്കുന്ന ഒരു മകൻ, നമുക്ക് പ്രിയപ്പെട്ട മകൻ മൂർച്ചയുള്ള കത്തി ചോദിച്ചു. മക്കള് ചോദിക്കുന്ന എല്ലാം കൊടുക്കാൻ പറ്റൂലല്ലോ. കുറെ ചോദിച്ചു, ഉമ്മാത്താ വാപ്പാത്താ എന്ന് പറഞ്ഞ മക്കള് ഈ കത്തി ചോദിച്ചു. ആ കത്തി ചോദിച്ചപ്പോ നമ്മൾ കൊടുത്തില്ല. കുഞ്ഞ് കരയാൻ തുടങ്ങി. ആ കരച്ചിൽ എത്ര നീണ്ടുപോയാലും നമ്മൾ കൊടുക്കില്ല. ആ കരച്ചിൽ നിലപ്പ് കിടന്ന് ഉരുണ്ട് ആ കുഞ്ഞ് മണ്ണ് വാരി തലയിലിട്ട് പൊട്ടിക്കരഞ്ഞാൽ പോലും നമ്മൾ ആ കത്തി കയ്യിൽ കൊടുക്കില്ല. എന്തുകൊണ്ടാ? ആ കത്തി ഇപ്പൊ അവന്റെ കയ്യിൽ കൊടുത്താൽ അവന് അപകടം സംഭവിക്കും. ഇത് തന്നെയാണ് ദുആ ചെയ്യുമ്പോ അള്ളാഹു നമുക്ക് ഉത്തരം തരാതിരുന്നാൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ആ കാര്യം എത്ര ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിലും നമുക്ക് അപ്പൊ കിട്ടിയാൽ എന്തോ ഒരു ദുരന്തം അതിന്റെ പിന്നിലുണ്ട്. അല്ലാതെ പടച്ചവനത് കേൾക്കാത്തതല്ല. അവൻ അസ്വമല്ല, അവൻ ഗായിബല്ല, അവൻ സമീപസ്ഥനാണ്, അവൻ സമീആണ്, അവൻ ബസീറാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് ആര് ദുആ ചെയ്താലും മതി. അത് പള്ളിയിലെ ഇമാമ് തന്നെ ദ്വാരക്കണമെന്നതല്ല, മഹല്ലിലെ ഖാദി തന്നെ ദ്വാരക്കണമെന്നതല്ല. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പാവപ്പെട്ട കർഷകൻ ചന്തയിൽ നിന്ന് കച്ചവടം ചെയ്ത് പാവപ്പെട്ട മുഷിഞ്ഞ വേഷം ധരിച്ച, കണ്ണു കുഴിഞ്ഞ് കവള് കുഴിഞ്ഞ് എല്ലുന്തി വയറൊട്ടിയ പാവപ്പെട്ട ഒരു പട്ടിണി പേക്കോലം, ഒരു പാവപ്പെട്ടവൻ, ഒരു കർഷകൻ, അയാൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് കച്ചവടം നടത്തി. ആ പാവപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ വനാന്തരത്തിലൂടെ യാത്ര ആരംഭിച്ചു. ആ പ്രിയപ്പെട്ട വൃദ്ധനായ സഹോദരൻ വനാന്തരത്തിലെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ചക്രം ഒടിഞ്ഞു പോവുകയാണ്. ഇനി എന്താ ചെയ്യുക? നമസ്കാരത്തിന്റെ സമയമെത്തിയിരിക്കുന്നു. എന്തായിരുന്നാലും ഞാൻ വീട്ടിലെത്തിയിട്ട് നിസ്കരിക്കാം, പ്രാർത്ഥിക്കാമെന്നാ കരുതിയത്. പക്ഷേ എനിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയില്ല. മണിക്കൂറുകളോളം ഹിംസ്ര ജന്തുക്കളുടെ സങ്കേതമാകുന്ന വനാന്തര ആ പ്രിയപ്പെട്ട സഹോദരൻ ഒറ്റപ്പെട്ട് കിടക്കുകയാ. വൃദ്ധനായ ആ പ്രിയപ്പെട്ട സഹോദരൻ നമസ്കാരത്തിന്റെ സമയത്ത് കൃത്യമായി നിസ്കരിച്ചു. അയാൾ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ആലോചിക്കുമ്പോൾ, പടച്ചതമ്പുരാനെ, ഞാൻ എന്റെ വീട്ടിൽ എപ്പോഴും ദുആ ചെയ്യുമ്പോൾ ഞാൻ ദുആകൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നല്ലോ, ആ ബുക്ക് എന്റെ കയ്യിലില്ല. ബുക്ക് വീട്ടിലാണ്, ഞാൻ കാട്ടിലാണ്. എങ്ങനെയാണ് എന്റെ റബ്ബിനോട് ദുആ രക്കുക? ആ മനുഷ്യന് പ്രാർത്ഥന നിർവഹിക്കാൻ നമസ്കാരം കഴിഞ്ഞിട്ട് 2 കരങ്ങൾ മുകളിലേക്ക് ഉയർത്തിയിട്ട് ആ പാവപ്പെട്ട ഒരു മനുഷ്യൻ പറഞ്ഞത് എന്തെന്നറിയോ? ഇതൊരു സിനിമയുടെ തിരക്കഥയല്ല, ഇതൊരു സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല, ഇതൊരു നാടകത്തിന്റെ ഇതിവൃത്തമല്ല. ഇത് മുൻഗാമികളായ തസവ്വുഫിന്റെ ഉന്നതമായ മേഖലകളിൽ വിരാജിച്ച മഹാരഥന്മാരായ സൂഫിയാക്കളായ വിശുദ്ധരായ സാത്വികരായ ജീവിതത്തിന്റെ അകക്കാമ്പ് തൊട്ടടിഞ്ഞ മഹത്തുക്കളുടെ ജീവിതത്തിന്റെ ശകലങ്ങളാണിത്. ആ പ്രിയപ്പെട്ട വൃദ്ധനായ മനുഷ്യൻ 2 കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് അയാൾ പറഞ്ഞു, പടച്ചവനെ, ഞാൻ നിന്നോട് ദ്വാരക്കുന്ന ബുക്ക് എന്റെ വീട്ടിലാണ്, എന്നോട് മാപ്പാക്കണം. എനിക്ക് എടുക്കാൻ മറന്നുപോയതാ, പക്ഷെ ഞാൻ വീടെത്താത്ത നിലയിൽ ഇപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അള്ളാഹുവേ, എനിക്ക് ദുആ ചെയ്യാൻ അറിയില്ല, എനിക്ക് പറയാനുള്ളതൊക്കെ ബുക്കിലാണ്, പക്ഷേ എനിക്ക് അക്ഷരമാലകൾ നന്നായിട്ടറിയാം. ഞാൻ അക്ഷരമാലകൾ ഒന്നായിട്ട് ഉരുവിടട്ടെ. ഓരോ അക്ഷരങ്ങൾ വിട്ടുപോകാതെ ഞാൻ ഓരോ അക്ഷരങ്ങളും ഉരുവിട്ട് അവസാനം അക്ഷരമാല അവസാനിക്കുമ്പോൾ ഭാഷ അറിയാത്തവനല്ലല്ലോ നീ. ആ അക്ഷരത്തിന്റെ ആ അക്ഷരമാലയിൽ നിന്ന് എന്റെ സാധാരണ ചെയ്യുന്ന ദുആകളെ നീ ഒന്ന് ചേർത്ത് വെക്കുമോ തമ്പുരാനെ? എന്നിട്ട് നീ എനിക്ക് മതിയായ ഉത്തരം നൽകുമോ അല്ലാ? അല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. അക്ഷരമാല ഞാൻ നന്നായിട്ട് പറയാ, അതിൽ നിന്ന് നിനക്കാവശ്യമായി ഞാൻ സ്ഥിരം ചോദിക്കുന്ന പ്രാർത്ഥനകളെ ഒന്ന് ചേർത്ത് നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അക്ഷരമാല ഉരുവിട്ടപ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ച് ഗുരു ശിഷ്യനോട് പറഞ്ഞു കൊടുക്കാൻ,
ഒരു ഗുരു ശിഷ്യനോട് പറഞ്ഞു കൊടുക്കാൻ ആ ദിവസത്തിലെ ഏറ്റവും നല്ല പ്രാർത്ഥന മനുഷ്യന്റെ പ്രാർത്ഥനയാണ്. ആ മനുഷ്യന്റെ പ്രാർത്ഥനയാണ് ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രാർത്ഥന. നല്ല നീണ്ട ദാടിയുള്ള ഒരു കുപ്പായം ധരിച്ചു വന്ന് ആളുകളെല്ലാം പിന്നാലെ കൂടി ഒരു വലിയ മേഖലകളിൽ വിരാജിക്കുന്ന ഏതെങ്കിലും ഒരു സർവകലാശാലയിലെ ഒരു വലിയ ആളാകണമെന്നില്ല. അള്ളാഹുവിനോട് ചോദിക്കാൻ കർഷകനായ പാടത്ത് പണിയെടുക്കുന്ന മണ്ണിൽ കിടന്ന് പണിയെടുക്കുന്ന തൂമ്പയും പിക്കാസും മൺവെട്ടിയും മൺകോരിയും കുന്താലിയുമായി നടക്കുന്ന ഒരു തൊഴിലാളിയായ പാവപ്പെട്ടവന് ഹെഡ് തൊഴിലാളിയായാലും അവൻ ഓട്ടോ ഓടിക്കുന്നവനായാലും അവൻ വളയം പിടിക്കുന്നവനായാലും അവൻ ഏത് ചെറുകിട കച്ചവടം നടത്തുന്നവനായാലും ആരായാലും അള്ളാഹുവിനോട് അവന്റെ ഭാഷയിൽ ദുആ ചെയ്താൽ ഉജീബു ദഅവത്തദ് ദാഇ, ഞാൻ ചോദിക്കുന്നവന് ഉത്തരം കൊടുക്കാതിരിക്കില്ല. കാരണം അള്ളാഹു ഖരീബാണ്, നമ്മുടെ അടുത്തുണ്ട്. അള്ളാഹു എവിടെ അവനെ പറ്റി പറയോ അവിടെ ഒക്കെ ഖരീബ് ഖരീബ് ഖരീബ്. ഇത് ഒന്നാമത്തേതാണ്. നമ്മൾ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക്, ആദ്യം അവർക്ക് ഇഷ്ടപ്പെടും. രണ്ടാമത് ചോദിക്ക് ദേഷ്യം വരും. രണ്ടാമത് ചോദിച്ചു നോക്ക് അവന് ദേഷ്യം വരും. അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ടത് ആരോടാണ്? ചോദിക്കേണ്ടത് ലാ തസ്അലന്ന ബുനയ്യ ആദമ ഹാജതാ വസലില്ലദീ അബ്വാബുഹു ലാ തുഹ്ജബൂ അല്ലാഹു യഗ്ലബു ഇൻ തറക്ത സുആലഹു വബുനയ്യ ആദമ ഹീന യുസ്അലു യഗ്ലബൂ. പൊന്നുമോനെ, നീ ചോദിക്കേണ്ടത് ആരോടെന്നറിയോ? ലാ തസ്അലന്ന ബുനയ്യ ആദമ ഹാജ. ഒരു മനുഷ്യനോടും നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീ കൈനീട്ടല്ലേ മോനെ. ആരുടെ മുന്നിലും നിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി നീ കൈനീട്ടല്ലേടാ. കാരണം എന്തെന്നറിയോ? വസലില്ലദീ അബ്വാബുഹു ലാ തുഹ്ജബൂ. ഒരിക്കലും കൊട്ടിയടക്കപ്പെടാത്ത വാതിലുള്ള അല്ലാഹുവാ, അവനോട് മാത്രമാണ് നീ ചോദിക്കേണ്ടത്. കാരണം അല്ലാഹു യഗ്ലബു ഇൻ തറക്ത സുആലഹു വബുനയ്യ ആദമ ഹീന യുസ്അലു യഗ്ലബൂ. ആളുകളോട് ചോദിക്കും തോറും അവർക്ക് ദേഷ്യമാണ് വരിക. വീട്ടുമുറ്റത്ത് ഏതോ ഒരു പാവപ്പെട്ടവന് കടന്നു വന്നു. വീടിന്റെ വാതിൽ തുറന്നിട്ട് അവനൊരു 10 രൂപ കൊടുത്തു, 50 രൂപ കൊടുത്തു. എന്നിട്ട് വീടിന്റെ വാതിലടച്ചു. അവന് പിറ്റേ ദിവസം വരുമ്പോഴും നമ്മളൊരു 5 രൂപയാക്കുന്നു. 3-ാം ദിവസം വരുമ്പോ നമ്മൾ ചോദിക്കും, എന്നും ഇത് തന്നെയാണോ നിന്റെ പതിവ്? 4-ാം ദിവസം വരുമ്പോ കതകു തുറക്കൂല. 5-ാം ദിവസം വരുമ്പോൾ നമുക്ക് വല്ലാത്ത ദേഷ്യമാണ്, ഈർഷ്യതയാണ്. പ്രിയപ്പെട്ടവരെ, പടച്ചവൻ അങ്ങനെയല്ല. ഒരിക്കൽ ചോദിച്ചാൽ അവന് ചെറിയ സ്നേഹമാ. രണ്ടാമതും അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ സ്നേഹം കൂടുകയാ. 3-ാമതും 4-ാമതും ചോദിക്കുമ്പോ അവന് സ്നേഹം കൂടുകയാ. പ്രിയപ്പെട്ടവരെ, ചോദിക്കുമ്പോ 2 കരങ്ങളും നീട്ടിയിട്ട് വേണം അള്ളാഹിനോട് ചോദിക്കാ. മഹാനായ അബൂ സുലൈമാൻ റളിയല്ലാഹു തആല അൻഹു കഠിനമായ ശൈത്യകാലത്ത് പള്ളിയുടെ മെഹ്റാബിന്റെയും മിമ്പറിന്റെയും ഇടയിലിരുന്ന് കരങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തുകയാ. കഠിനമായ ശൈത്യമാണല്ലോ, സഹിക്കാൻ പറ്റാതെ ദാടിയെല്ലുകൾ കൂട്ടിയിടിക്കുകയാണ്. വല്ലാത്ത തണുപ്പാണ്, കഠിനമായ തണുപ്പാ. ആ ശൈത്യകാലത്തിന്റെ തണുപ്പ് മൂർച്ഛിക്കുന്ന അവസ്ഥയില് ആ പ്രിയപ്പെട്ട സഹോദരൻ ഒരു ശരീരത്തേക്ക്, തന്റെ ശരീരത്തിലേക്ക് ഒരു കൈ ചേർത്ത് വെച്ചിട്ട് ഒരു കൈ മാത്രം ഉയർത്തിയിട്ട് റബ്ബിനോട് തേടുകയാ. ഒരു കൈ എടുക്കാൻ പറ്റുന്നില്ല, കഠിനമായ തണുപ്പാ. ആ സമയത്തതാ ചോദിക്കുന്നതിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ വിളി വരികയാ. അല്ലാഹുവിന്റെ വിളി വരികയാണ്. ഓ അബൂ സുലൈമാൻ, നിങ്ങൾ ചോദിച്ച ഒരു കൈ നിറയെ ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ 2 കൈയും നീട്ടിയാണ് ചോദിച്ചതെങ്കിൽ ആ 2 കൈയും നിറയെ ഞാൻ നിങ്ങൾക്ക് തരുമായിരുന്നു. ഇന്ന് നിങ്ങൾ ചോദിച്ച ഒരു കൈ മാത്രമേ നിറച്ച് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ളൂ. അബൂ സുലൈമാൻ എന്നവര് കണ്ണു തുറക്കുകയാ. ചാടി എഴുന്നേറ്റിട്ട് അവിടെ നിന്ന് ശപഥം ചെയ്യുകയാണ്, ഇൻഷാ അല്ലാഹ് ഉടമസ്ഥനായ രാജാതിരാജനായ മലിക്കുൽ മുലൂക്കായ ജബ്ബാറായ വദൂദായ ലത്തീഫായ അല്ലാഹുവിലേക്ക് ഇനി ഞാൻ കരങ്ങൾ നീട്ടുമ്പോ ഒരു കൈ മാത്രം നീട്ടൂല, എന്റെ 2 കൈകളും ഉയർത്തിയിട്ട് എന്റെ 2 കൈയും നിറച്ചു വാങ്ങിക്കൊണ്ടു പോകാൻ എന്റെ റബ്ബിലേക്ക് ഞാൻ കരങ്ങൾ നീട്ടുമെന്ന് പറഞ്ഞാൽ ഒരു കൈ നീട്ടിയാൽ തന്നെ ആളുകൾക്ക് ദേഷ്യമാണ്. ഒരു കൈ നീട്ടിയാൽ തന്നെ ആളുകൾക്ക് ദേഷ്യമാണ്. പക്ഷേ 2 കൈയും നീട്ടിയാൽ ആ 2 കൈയും നിറച്ച് ഞാൻ നിങ്ങൾക്ക് തന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരാണ്? അല്ലാഹു
അല്ലാഹു വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദആ ഫൽയസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മുടെ സമീപസ്ഥനാണ്. നമ്മുടെ ഭാര്യയെക്കാൾ, മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, പ്രിയപ്പെട്ടവരെക്കാൾ, സഹോദരങ്ങളെക്കാൾ, സുഹൃത്തുക്കളെക്കാൾ, ആരെക്കാൾ നമ്മുടെ സമീപസ്ഥനാകുന്നതാരാ? എന്റെയും നിങ്ങളുടെയും നാഥനാണ് എന്ന ബോധം ഒന്നാമതായിട്ടുണ്ടാവുക. വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് അല്ലാഹു അവനെ പറ്റി പറയുമ്പോഴൊക്കെ ആദ്യമായി പറയുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന, അത് ഒന്നാമതായി പരിചയപ്പെടുത്തുന്നത് ദുആക്കും അതിൽ ഉത്തരം നൽകുന്ന വിഷയത്തിലാണ്. ഇനി രണ്ട്, നിങ്ങൾ നോക്ക്, എണ്ണി പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 10ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിമകളുമായി അടുത്ത് നിൽക്കുന്നതിനെ സംബന്ധിച്ച് വാചാലമാകുന്നുണ്ട്. അല്ലാഹു വേറെ ആർക്കും കഴിയാത്തൊരു കാര്യമാണ്, നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഫാൻസുകാര് കൂടുതലുള്ളവർ പുറത്തിറങ്ങില്ല. അതുകൊണ്ടാണ് ചങ്ങമ്പുഴയാണോ തോന്നുന്നു പറഞ്ഞു, ഫാൻസുകാര് കൂടുതൽ, ഫാൻസ് അസോസിയേഷൻ ഉള്ളവർ പുറത്തിറങ്ങാറില്ല. കാരണം അങ്ങനെയാണല്ലോ, മമ്മൂട്ടിക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, അയാൾ പുറത്തിറങ്ങാറില്ല. അതാണല്ലോ ഈ അടുത്ത സമയത്ത് വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ അമ്പലപ്പറമ്പില് പാട്ട് പാടാൻ വന്നിട്ട് പാട്ടുപാടി നിമിഷങ്ങൾക്കകം PT ഉഷയേക്കാൾ വേഗത്തിൽ ഓടി അയാൾ കാറിൽ കയറി സ്ഥലം വിട്ടു. എന്താ കാര്യം? ഫാൻസ് അസോസിയേഷന്റെ ശല്യം അല്ലെങ്കിൽ അവരുടെ സ്നേഹ പ്രകടനങ്ങളുടെ പേരിലാണ്. ചങ്ങമ്പുഴയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. ആരായാലും പറഞ്ഞത് ഇങ്ങനെയാണ്. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാൻസ് അസോസിയേഷൻ ഉള്ളത് ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് വരെ ദൈവത്തെ ആരും കണ്ടിട്ടില്ലത്രേ. ശരിയാണ്. ലോകത്ത് അല്ലാഹുവാണ് ഏറ്റവും കൂടുതൽ, ദൈവമാണ് ഏറ്റവും കൂടുതൽ അനുയായികളാൽ അല്ലെങ്കിൽ തന്റെ ദാസന്മാരാൽ സ്നേഹത്താൽ വീർപ്പുമുട്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാ, ഇനി നാളെ ഒരു ലോകത്ത് നമുക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ അടുത്ത് അല്ലാഹു ഉണ്ട്. ഇത് ഒന്നാമത്തെ തത്വമാണ്. ഇനി രണ്ട് വിശദീകരണങ്ങൾ കുറച്ചിട്ട് ഞാൻ പറയാണ്. രണ്ടാമത്തേത്, പരീക്ഷണങ്ങൾ നമുക്ക് വരും. അത് സാമൂഹികമാകും, സാമ്പത്തികമാകും, കുടുംബത്തിൽ നിന്നാകും, വ്യക്തി ജീവിതത്തിലാകും. അതുപോലെ തന്നെ ഏത് മേഖലകളിൽ നിന്നും നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടും. ആ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അള്ളാന്റെ സഹായം എന്താ അള്ള പറഞ്ഞത്? ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് വരുമെന്നല്ല, അള്ളാഹു പറഞ്ഞ ഇതേ വാക്ക് തന്നെയാണ് പറഞ്ഞത്. സൂറത്തുൽ ബഖറ 214 ആയത്തിൽ അള്ളാഹു പറയുകയാണ്, പ്രവാചകന്മാരെ സംബന്ധിച്ച് ഹിക്കായത്ത് ചെയ്ത് ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്. എപ്പോഴാണ് ഇത് പറഞ്ഞതെന്നറിയോ? വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله. അള്ളാന്റെ ഭാഷ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുവോ? അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്. അത് ആക്ഷേപത്തിന്റെ ചോദ്യമാണോ? അതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണോ? അതല്ല ഒരു അവഗണനയുടെ ചോദ്യമാണോ? അത് ഓരോരുത്തരുടെ മനസ്സിൽ കൊള്ളുന്ന രീതിയിൽ ഇരിക്കും ആ ചോദ്യങ്ങള്. അള്ള ചോദിക്കുകയാണ്, അം ഹസിബുത്തും, നിങ്ങളുടെ ഭാവം എന്താണ്? നിങ്ങൾ എന്താണ് ഭാവിക്കുന്നത്? നിങ്ങൾ എന്താണ് കരുതുന്നത്? അന്തദ്ഖുലുൽ ജന്ന, നിങ്ങൾക്കങ്ങ് സ്വർഗം കിട്ടുമെന്നാണോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗമുണ്ടല്ലോ, നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ച വേദനകളുണ്ടല്ലോ, നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ച മാനസികമായ പിരിമുറുക്കങ്ങളുണ്ടല്ലോ, സാമ്പത്തികമായ നഷ്ടങ്ങളുണ്ടല്ലോ, ശാരീരികമായ ദുർബലതകളുണ്ടല്ലോ, അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും അവർ അനുഭവിച്ച പീഡനങ്ങളുണ്ടല്ലോ. ഇതെല്ലാം അനുഭവിക്കാതെ നിങ്ങൾക്കങ്ങ് വെറുതെ സ്വർഗം കിട്ടുമെന്ന് മോഹിക്കുകയാണോ? അത് വ്യാമോഹമാണ്. മസ്സതുഹുമുൽ ബഅസാ വല്ലറാ,
അവർക്ക് കഷ്ടതകളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും പ്രാരാബ്ധങ്ങളും വിഷമങ്ങളും വൈമനസ്യങ്ങളും എല്ലാം അവർ തേടിയെത്തിയിരുന്നു. അവസാനം അവര് കിടുകിടാ വിറയ്ക്കപ്പെട്ടവരാ. അവർ ഭൂമി കുലുക്കം കൊണ്ട്, ഭൂചലനം കൊണ്ട്, പരീക്ഷണങ്ങൾ കൊണ്ട്, കാലമുസീബത്തുകൾ കൊണ്ട്, പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് ഈ നിലയിലെല്ലാം അവർ പീഡിപ്പിക്കപ്പെട്ടവരാ. അവസാന അവരുടെ നേതാക്കന്മാരായ പ്രവാചകന്മാർ വന്നിട്ട് ചോദിക്കുകയാണ്, വല്ലദീന ആമനൂ മഅ, അവരോടൊപ്പം വിശ്വാസികളായ അങ്കുലി പരിമിതമായ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളായ വിശ്വാസികളും ചോദിക്കുകയാണ്, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം വരിക? ഏത് സമയത്താണ് അല്ലാഹുവിന്റെ സഹായം വരിക? ഇത്രയും അല്ലാഹു കാണുന്നില്ലേ ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത്? ഇത്രയും ഭീകരമായ പീഡനങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നത് കാണുന്നില്ലേ? ഇതെല്ലാം ഞങ്ങൾ അനുഭവിക്കുമ്പോൾ, ഇത്രയും വലിയ പീഡനങ്ങൾ ഞങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ, ഇതെല്ലാം ഞങ്ങളുടെ റബ്ബ് കണ്ടുകൊണ്ടല്ലേ നിൽക്കുന്നത്? ഇനി എന്നാണ് സഹായം വരിക? ഇനി എപ്പോഴാണ് സഹായം വരിക? ഒന്നൊന്നായി വിശദീകരിക്കേണ്ടതുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് തൽക്കാലം പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഓരോ നക്കമിട്ടക്കമിട്ടക്കമിട്ട് നമ്മുടെ മുന്നിൽ നിരത്തപ്പെട്ടാൽ ഇതെല്ലാം ഈ കാലഘട്ടത്തിലാണോ ഖുർആൻ അവതരിപ്പിച്ചത്? ഇന്ന് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാകുന്ന നിയമസഭയുടെയും സെക്രട്ടേറിയറ്റിന്റെയും രാജ്ഭവന്റെയും അതുപോലെ തന്നെ മറ്റുള്ള കോടതികളുടെയും മുന്നിൽ നിന്നാണോ ഹബീബ് ഓതിത്തന്നത് എന്ന് നമുക്ക് ചോദിച്ചു പോകുന്ന, ചിന്തിച്ചു പോകുന്ന, ഊഹിച്ചു പോകുന്ന ആ ഒരു നിലയിലേക്ക് വർത്തമാനകാല സാഹചര്യങ്ങൾ എത്തപ്പെടുമ്പോൾ അതത്രയും മാത്രമാണ് ഞാനൊന്ന് മനസ്സിലാക്കാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചോദിച്ചു പോകുന്നുണ്ടല്ലോ, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് റബ്ബേ നിന്റെ സഹായം വരിക? ഇനി എന്നത്തേക്കാണ് നീ സഹായം വെക്കുന്നത്? ഞങ്ങൾ അനുഭവിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചതിന്റെ പേരിലല്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ പ്രചാരകരായതിന്റെ പേരിലല്ലേ? ഇത്രയും കഷ്ടപ്പാടുകൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണല്ലോ. ഇനി എപ്പോഴാ സഹായം വരിക എന്ന് ചോദിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് മാത്രമല്ല, കൂടെയുള്ള വിശ്വാസികൾ മാത്രമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു വലിയ ഭൂതകാലത്തിന്റെ ചരിത്രത്തെ, വർത്തമാനകാല സാഹചര്യത്തിന്റെ കാലടിച്ചകൾ മനസ്സിലാക്കിയിട്ട് ഭാവിയുടെ ജീവിതത്തിന്റെ ചിന്തകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹ് പറയുകയാണ്, ഓ മുഹമ്മദേ, എന്റെ പ്രിയപ്പെട്ട അഹ്മദേ, എന്റെ ഹബീബേ, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. കണ്ടോ, ഖുർആനിന്റെ വാക്കുകൾ കണ്ടോ, ഖുർആനിന്റെ കലിമത്ത് കണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞതിൽ അല്ലാഹു പറഞ്ഞത് ഇന്നി ഖരീബ്, ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്, ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാമെന്നാണ്. ഇവിടെ പറയുന്നു, പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങൾ ആരുടെ മുന്നിലാണ് കൈകൾ നീട്ടുന്നത്? ആരുടെ മുന്നിലും നിങ്ങൾ കൈ നീട്ടണ്ട. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, എന്റെ സഹായം നിങ്ങൾക്കടുത്താണ്, സമീപസ്ഥനാണ്. ഞാൻ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. കുറച്ച് വിഷമങ്ങൾ നിങ്ങൾ ഇപ്പൊ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്കറിയോ ഖബ്ബാബ് ബിനുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹു? ആരാണ് ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു? പരിശുദ്ധ ദീനിനു വേണ്ടി നമ്മൾ എന്ത് ത്യാഗമാ സഹിച്ചത്, എന്ത് വിഷമമാ നമ്മൾ സഹിച്ചിട്ടുള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബാക്കൾ അനുഭവിച്ച ത്യാഗത്തിന്റെ കണക്കുകൾ പറഞ്ഞാൽ, അവരനുഭവിച്ച വേദനയുടെ, പ്രയാസത്തിന്റെ, പരീക്ഷണങ്ങളുടെ കണക്കുകൾ അവതരിപ്പിച്ചാൽ നമ്മളൊന്നും ദീനിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒട്ടകത്തിന്റെയും കുതിരകളുടെയും കാലുകളിൽ പാവപ്പെട്ട സഹാബത്തിന്റെ കാലുകൾ കൂട്ടിക്കെട്ടുമായിരുന്നു. എന്നിട്ട് കുതിരകളെ ഓടിച്ചു വിടുമായിരുന്നു. വലിയ വലിയ പർവ്വതത്തിന്റെ താഴ്വാരകളിലൂടെ, അതുപോലെ തന്നെ വലിയ മലമടക്കുകളിലൂടെ, വലിയ വലിയ പാറക്കെട്ടിനിടയിലൂടെ കുതിരകളെ ഓടിച്ചു വിടുമായിരുന്നു. പാവപ്പെട്ട സഹാബത്തിന്റെ തലകൾ ചെന്നിട്ട് പാറകളിലടിച്ചിട്ട് ആ തലയോട്ടിപ്പൊട്ടി പിളർന്നിട്ട് തലച്ചോറ് ചീട്ടിത്തെറിക്കുമായിരുന്നു. മുക്കാലിയിൽ കെട്ടിയിട്ട് ഒരു 3 വലിയ കമ്പുകൾ ചേർത്ത് വെച്ചിട്ട് അതിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളെ കെട്ടിയിട്ട് അടിയിൽ ഇങ്ങനെ തീ കൊളുത്തുമായിരുന്നു. വിറകുകൾ കൂട്ടിയിട്ട് തീ കത്തിക്കുമായിരുന്നു. ഇതെവിടെയോ കേട്ട പഴങ്കഥ പോലെ ചിന്തിക്കല്ലേ. ഇത് മുല്ലാ നസ്റുദ്ദീൻ ഹോജയുടെ കഥ പോലെ കേക്കല്ലേ. ഇതേതെങ്കിലും ഒരു ചരിത്രത്തിന്റെ മായാവി കഥ പോലെ കേക്കല്ലേ. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് അനുഭവിച്ച ത്യാഗമാണ്. അവരനുഭവിച്ച ത്യാഗം വിവരിക്കാൻ
നമുക്ക് കഴിയില്ല. ആ പ്രിയപ്പെട്ട സഹാബാക്കൾ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ തൂക്കിയിടപ്പെട്ടവരായി കത്തിക്കരിക്കുമ്പോൾ ഞങ്ങളുടെ ചോരയും നീരും വീണിട്ടാണ് പലപ്പോഴും തീ കെട്ടുപോകാറുള്ളത്. അത്രയും ഭീകരമായ പീഡനങ്ങളെ ഞങ്ങൾ അനുഭവിച്ചു. അതിലേറ്റവും വലിയ പീഡനം അനുഭവിച്ചത് ആരെന്നറിയോ? ഒരിക്കലും മരുപ്പച്ചകലയായ മരുഭൂമിയിലൂടെ നടന്നു പോകുന്നു ആരാ? കിസ്റയെ വിറപ്പിച്ച, കൈസറിനെ വിറപ്പിച്ച ഖത്താബിന്റെ ഹന്തമയുടെ മകനായി ബാല്യകാലത്ത് ഒരുപാട് ആട്ടിൻപറ്റങ്ങളെയും മേച്ച് നടന്ന് യുവാവായപ്പോൾ സിറിയയിലും യമനിലും ചെന്ന് പട്ടവസ്ത്ര വ്യാപാരം നടത്തി അവസാനം ഉഖാല ചന്തയുടെ മുതലാളിയായി മാറിയ ഖത്താബിന്റെയും ഹന്തമയുടെയും മകനായി ജനിച്ച ലോകം കണ്ട ഏറ്റവും വലിയ വില്ലാളി വീരനായ വിജിഗീഷുവായ ധീരനായ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു എതിരെ വരികയാ. ഉമർ തങ്ങൾ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ഖബ്ബാബേ, എന്തെങ്കിലും നിനക്ക് ദീനിനെ പറ്റി പറയാനുണ്ടോ? അൽഹംദുലില്ലാഹ്, ദീൻ എത്ര സുന്ദരമാ. ഉമർ തങ്ങൾ ചോദിച്ചു, ഖബ്ബാബേ, നീ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അനുഭവിച്ച എന്തെങ്കിലും വിഷമഘട്ടങ്ങളെ പറ്റി കിട്ടുന്നു വിവരിക്കാൻ കഴിയുമോ? ഖബ്ബാബ് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? എനിക്ക് പറയാനറിയില്ല, എനിക്ക് വിവരിക്കാൻ അറിയില്ല, വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് ഖബ്ബാബ് തങ്ങൾ തന്റെ കുപ്പായം അങ്ങ് പൊന്തിച്ചു കൊടുക്കുകയാ. അല്ലാ അല്ലാ, ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുതുകത്ത് നോക്കുമ്പോ കണ്ട കാഴ്ച എന്തെന്നറിയോ? കാരിരുമ്പ് പോലെ കറുത്ത ഉമറിനെ പോലെ കരയിപ്പിച്ചു പോയി. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മുതുകത്ത് കണ്ട കാഴ്ച എന്തെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു പോളിസ്റ്റർ തുണി എടുത്തിട്ട് അയൺ ബോക്സ് നമ്മൾ വെക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിയിട്ട് തീ കത്തിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഉരുകി പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ മുതുകത്തിങ്ങനെ ഉരുകി പിടിച്ചിരിക്കുന്ന കാഴ്ചയാ. എന്താണിതെന്ന് ചോദിച്ചപ്പോൾ ഖബ്ബാബ് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഞാൻ മുസ്ലിമായി എന്ന കാരണത്തിന്റെ പേരില്, ഞാൻ അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞു പോയതിന്റെ പേരില്, ഞാൻ എന്റെ ഹബീബിനെ ജീവന തുല്യം സ്നേഹിച്ചതിന്റെ പേരില്, എന്റെ സഹോദരങ്ങൾ നിങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരില്, എന്റെ കുടുംബക്കാര് ചെയ്ത പരീക്ഷണമാണിത്. എന്നെ അവര് വിട്ടില്ല, ഞാൻ ഇറങ്ങി ഓടുകയാ ചെയ്തത്. ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മേൽവിലാസമാണ് ഞാൻ പറഞ്ഞത്. ഇതേ ഖത്താബ്, ഇതേ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു തആല അൻഹു, ഇതേ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം മക്കയിലേക്ക് പോവുകയാ. കരിമ്പടം പുതച്ചു നിൽക്കുന്ന കറുത്ത സുന്ദരിയായ കരിങ്കൽ ഭിത്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കഅബാലയത്തിന്റെ തണലിൽ അല്ലാഹുവിന്റെ ഹബീബ് വിശ്രമിക്കുകയാ. റസൂലുള്ള ഇങ്ങനെ ഒരു തലയെടുത്തൊരു കയ്യിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ തണൽ കൊണ്ട് കിടക്കുകയാ. ഓടിച്ചെന്നിട്ട് ഖബ്ബാബ് ബിൻ അറത്ത് തങ്ങൾ ചോദിക്കുകയാണ്, അലാ തസ്തൻസിറുലനാ, അലാ തസ്തൻസിറുലനാ, ഞങ്ങൾക്ക് വേണ്ടി സഹായം ചോദിക്കുന്നില്ലേ നബിയേ? അലാ തദ്ഉലനാ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കുന്നില്ലേ? അനുഭവിച്ചു നബിയെ, കുറെ അനുഭവിച്ചു, ഇനി താങ്ങാൻ പറ്റുന്നില്ല. ആലോചിക്കണം ചോദിക്കുന്ന ഘട്ടമേതെന്ന്. മുസ്ലിമായി പോയതിന്റെ പേരില് കുടുംബത്തിൽ നിന്ന് പോലും അനുഭവിക്കേണ്ടി വന്ന ത്യാഗമുണ്ടല്ലോ, വേദനകളുണ്ടല്ലോ. ഇതെല്ലാം കടിച്ചിറക്കി നിൽക്കുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാ, അലാ തസ്തൻസിറുലനാ, ഞങ്ങൾക്ക് വേണ്ടി സഹായം ചോദിക്കുന്നില്ലേ? അലാ തദ്ഉല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോടൊന്ന് ചോദിച്ചൂടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുമ്പോ നബി തങ്ങൾ തണലിൽ നിന്ന് പതുക്കെ അങ്ങ് എഴുന്നേൽക്കുകയാ. എന്നിട്ട് ആ സഹാബി അടുത്തേക്ക് വിളിച്ചിട്ട് തോളത്ത് തട്ടിയിട്ട് പറയുകയാണ്, എന്റെ ഖബ്ബാബേ, മുൻഗാമികളായ ആളുകളെ നിനക്കറിയോ? പ്രവാചകന്മാരുടെ മുൻഗാമികളായ അനുയായികളെ നിനക്കറിയോ? അതിൽ ഒരാളെ കൊണ്ടുവന്ന് പരസ്യമായിട്ട് നടുറോട്ടിൽ നിർത്തിയിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് വിചാരണ ചെയ്യുകയാണ്. ഒരു ഈർച്ചവാള് കൊണ്ടുവന്നിട്ട് ആ പാവപ്പെട്ട മനുഷ്യന്റെ തലയിലേക്ക് വെച്ചിട്ട് താഴേക്ക് ഇങ്ങനെ ഒരൊറ്റ വലിയ, പണ്ട് നമ്മുടെ പനപൂരിന്റെ പ്രദേശങ്ങളിൽ ഓല കെട്ടിയ വീടുകളല്ലേ, ഇന്നാണല്ലോ രമ്യഹർമ്മങ്ങളും ഓടിട്ട വീടുകളും ഷീറ്റിട്ട വീടുകളും കോൺക്രീറ്റ് വീടുകളും വന്നത്. പണ്ട്
പണ്ട് കാലങ്ങളിൽ ഓലമുടയുന്നത് നമുക്കറിയുമല്ലോ. ആ ഓലമുടയുന്ന രീതി എങ്ങനാണ്? വെട്ടിയിടപ്പെട്ട ഏതോ ഒരു തെങ്ങിൻ തോപ്പില് ഒരു ഓല എടുത്തിട്ടതിന്റെ മുകളിൽ വെച്ചിട്ട് താഴേക്ക് ഇങ്ങനെ കീറിയിട്ട് രണ്ട് മടലുകളായി മാറ്റാറുണ്ടല്ലോ. ഇതുപോലെ രണ്ട് പിളർപ്പായിട്ടങ്ങ് മാറ്റുകയാണ് ആ മനുഷ്യരെ. എന്നിട്ടോ മറ്റൊരാളെ വിളിച്ച് പരസ്യമായി കൊണ്ട് നിർത്തുകയാ. എന്നിട്ട് ഈ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവന്നു. ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവന്നിട്ട് അവന്റെ മാംസം ഇങ്ങനെ വാർന്നെടുക്കുകയാ. ഇങ്ങനെ വാർന്നെടുക്കുകയാ. അവന്റെ മാംസവും അവന്റെ എല്ലിൽ നിന്ന് ഞരമ്പും അവന്റെ തോലും തൊലിയുമെല്ലാം ഇങ്ങനെ ചീർപ്പിലൂടെ താഴേക്ക് വന്നു. ഇതൊന്നും പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു കള്ളക്കഥകളല്ല. ഇതെല്ലാം മുൻഗാമികളായ പ്രിയപ്പെട്ട അനുയായികൾ ക്ഷമിച്ചു. നിബിതങ്ങൾ പറയുന്നു, ഹബ്ബാബേ ഹബ്ബാബേ മനസ്സിലാക്കണം, ഇതൊന്നും അവരുടെ ദീൻ വിട്ടു പോകുന്നതിനെ അവരെ പ്രേരിപ്പിച്ചില്ല. വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംറ, ഈ ദീനിനെ അല്ലാഹു പൂർത്തീകരിക്കും ഹബ്ബാബേ, ഈ ദീനിനെ അല്ലാഹു പൂർത്തീകരിക്കും ഹബ്ബാബേ. ഏതുവരെ എന്നറിയോ? ഹത്താ യസീറ റാകിബു മിൻ സൻആ, ഇറാഖിലെ സൻആയിൽ നിന്ന് ഇലാ ഹദറമൗത്ത്, യമനിലെ ഹദറമൗത്ത് വരെ ആയിരക്കണക്കായ മൈലുകൾ താണ്ടിയിട്ട് ഇറാഖിലെ സൻആയിൽ നിന്ന് യമനിലെ ഹദറമൗത്ത് വരെ ഒരു മനുഷ്യൻ യാത്ര ചെയ്യും. ലാ യഖാഫു ഇല്ലല്ലാഹു വദ്ദീബ അലാ ഗനബിഹി, തന്റെ കൂട്ടത്തിൽ ഉള്ള ആട്ടിൻപറ്റങ്ങളെ ചെന്നായ പിടിക്കുമെന്ന പേടിയല്ലാതെ വേറൊന്നും വേണ്ട. അതുപോലെ അള്ളാഹുവിനെ മാത്രം പേടിച്ചാ മതി. ഇതേത് കാലത്തിലാണ് പറയുന്നതെന്നറിയോ? പിടിച്ചുപറിക്കാരുടെ ഒരു വലിയ സങ്കേതമുണ്ടായിരുന്ന കാലമാണ്. ഒരുത്തൻ കുടുംബവുമായിട്ട് പോയാൽ അവനെ പിടിച്ചുപറിച്ചിട്ട് അവന്റെ ധനം അപഹരിച്ചിട്ട് അവനെ കൊന്നിട്ട് അവനെ വാളിനിരയാക്കിയിട്ട് അവന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയെ പോലെ ഉപയോഗിക്കുന്ന കശ്മലന്മാരായ കാട്ടറബികളുടെ മുന്നിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആയിരക്കണക്കിന് മൈലുകൾ താണ്ടിയിട്ട് അങ്ങ് ഇറാഖിലെ സൻആയിൽ നിന്ന് ഇങ്ങ് തെക്ക് ഭാഗമാകുന്ന യമനിലെ ഹദറമൗത്ത് വരെ ആയിരക്കണക്കായ മൈലുകൾ താണ്ടിയിട്ട് ഒരാൾ യാത്ര ചെയ്താൽ അവൻ പേടിക്കേണ്ട രണ്ട് വിഷയങ്ങളെയാണ്. ഒന്ന് മതപരമായിട്ട് അള്ളാഹുവിനെയും ഭൗതികമായിട്ട് അവന്റെ കൂട്ടത്തിലുള്ള ചെന്നായ്ക്കൾ പിടിക്കുമെന്ന് അവന്റെ ആട്ടിൻപറ്റങ്ങളെയും പേടിക്കണം. അല്ലാതെ അവന് പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ, പിൽക്കാലത്ത് ഒരു സഹാബി പറയുകയാണ്, ഇങ്ങനെ ഒട്ടകക്കട്ടിലിൽ ഇരുന്ന് ഇറാഖിലെ സൻആയിൽ നിന്ന് ഈ ഉംറ ചെയ്തിട്ട് ഹജ്ജ് ചെയ്തിട്ട് ഹദറമൗത്ത് വരെ പോയ ഒരു പെണ്ണിനെ എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ ഇസ്ലാം വ്യാപിക്കുമെന്നാണ്. എല്ലാ കള്ളക്കാരും എല്ലാ കള്ളത്തരം കാണിക്കുന്നവനും പാവപ്പെട്ടവനെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നവനും എല്ലാവരെയും അല്ലാഹു പിടിച്ചു കെട്ടുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നബിതങ്ങൾ പറയുന്നു, പക്ഷെ വലാകിന്നകും തസ്തഅജിലൂ, നിങ്ങൾക്ക് അല്പധൃതി കൂടുതലാണ്, അങ്ങനെ പെട്ടെന്നൊന്നും കാര്യങ്ങൾ നടക്കൂല. അതുകൊണ്ട് ഹബ്ബാബേ പൊന്നുമോനെ മടങ്ങിപ്പോയ്ക്കോ, ക്ഷമിച്ചോ, നിനക്ക് അല്ലാഹു പ്രതിഫലം തരുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഓതി കൊടുത്തതാണ് മത്താ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. രണ്ടാമത്തെ അല്ലാഹുവിന്റെ സഹായം നമുക്ക് സമീപസ്ഥനായി അല്ലാഹു എത്തിച്ചു തരുമെന്നാണ്. അല്ലാഹുവിന്റെ സഹായം സാമീപ്യം കരസ്ഥമാക്കുന്നതാണ്.